പുരുഷ ആത്മഹത്യകളിൽ പകുതിയിലേറെയും പങ്കാളികൾ ചെലുത്തുന്ന സമ്മർദ്ദമാണെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് തീർക്കുന്നത് ഭർത്താവിനൊപ്പം കിടപ്പറയിൽ അദ്ദേഹത്തിന്റെ മണ്ടയിലായിരിക്കാം. ചിലപ്പോൾ വരവറിയാതെ ചെലവ് നടത്തുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ ശകാരിച്ചെന്ന് വരാം. അതും ഒരു പ്രഷറായി തീർക്കുന്നത് അദ്ദേഹത്തിന്റെ മണ്ടയിലായിരിക്കാം. ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ ഓരോ ചലനയും സംശയത്തിന്റെ ആസ്പദമാക്കി അയാൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് സമ്മർദ്ദത്തിലാക്കിയെന്ന് വരാം. ലോലഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ മനസ്സ് കൈവിട്ടുപോയ ആ മനുഷ്യൻ ഒരു 3 മുഴം കയറിൽ ജീവിതം കൊടുക്കാം. ഇതിപ്പോ പുരുഷ ആത്മഹത്യയുടെ പഠന റിപ്പോർട്ട് വന്നതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. എന്ന് പറഞ്ഞ് സ്ത്രീകൾ ആരും ഇവിടെ മരിക്കുന്നില്ല എന്നല്ല. സ്ത്രീകൾക്കും സമ്മർദ്ദമുണ്ട്. ഒരുപാട് പുരുഷന്മാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നല്ല, സ്ത്രീകൾക്കും സമ്മർദ്ദമുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, നിങ്ങൾ പ്രണയിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, നിങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് സന്തോഷമായിട്ട് ഇരു മനസ്സുകളും കൈകോർത്ത് നടന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലോട്ട് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലങ്ങളായി നഷ്ടപ്പെട്ട സന്തോഷമെല്ലാം അവിടെ കുമിഞ്ഞു കുന്നുകൂടി കിടക്കുകയാണ്. ആ സന്തോഷം തിരികെ പിടിക്കുക, ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവരിക. നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം.